അതെ, SKN വിജയകുമാർ എല്ലാവരെയും ഇങ്ങനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് സാറിനിപ്പോൾ ഭക്ഷണത്തിന് മുന്നിലാണ്. അദ്ദേഹം ഇപ്പം നൗഷാദ് MLA പറയായിരുന്നു ഭക്ഷണത്തിന് സമയത്ത് നിങ്ങൾ വിടില്ലല്ലേ എന്ന്. അപ്പം അദ്ദേഹം ഇപ്പം കഴിച്ച് നേരെ ആ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഹായ് ഡിയർ കോമ്രേഡ്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ലാസ്റ്റ് ഡേ എല്ലാ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസത്തിൻ്റെതായിട്ടുള്ള മണിക്കൂറുകളേ ഉള്ളൂ. ഇനി നാളെ ഒരു ദിവസം കൂടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് റീഷെഡ്യൂൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നാളേക്കും കൂടി കരുതിയിട്ടുണ്ട്. കഴിയാവുന്ന അത്രയും ആളുകളിലേക്ക് എത്തുക. അവർക്ക് പരാതികൾ ഇപ്പോഴും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുണ്ട് പലരോടും. ചില ബൂത്തുകളിൽ ഒരു പോക്കറ്റിൽ പോകാൻ പറ്റുന്നു, മറ്റൊരു പോക്കറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഒരു മാസം കിട്ടിയിട്ടും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതിരുന്നിട്ടും മറ്റ് ഡീലുകളുടെ പുറകെ പോകാതിരുന്നിട്ടും നമുക്ക് സമയം പൂർണ്ണമായും എല്ലാവരിലേക്കും എത്തിച്ചേരാൻ കിട്ടിയില്ല എന്നുള്ളൊരു ഒരു പരാതിയുണ്ട്. ഇന്നിപ്പോ എവിടെയൊക്കെ കവർ ചെയ്തു? എല്ലാ പഞ്ചായത്തിലും എത്തി. ഇതിപ്പോ കണ്ണാടിയിലും എത്തി. കന്നഡയിലെ 1-2 പ്രദേശങ്ങളിൽ കയറിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. മാത്തൂരും പിരായിരി ഉണ്ടായിരുന്നു. രാവിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് തുടങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടൊക്കെ എല്ലാ ദിവസങ്ങളിലും എല്ലാവിടെയും എത്തുന്നുണ്ടായിരുന്നു. സരിംബ്രോന്റെ ഇഷ്ട വിഭവം എന്താ? അതിൽ ഇപ്പം ചിക്കൻ ഉണ്ട്, മീനുണ്ട്, മുട്ടയുണ്ട്. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അങ്ങനെയൊന്നുമില്ല. നമ്മള് രുചിയുള്ള എന്ത് ഭക്ഷണവും കഴിക്കും. ഈ സമയം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണോ? അതോ ഇത്ര വൈകി ഏതെങ്കിലും വീടുകളിൽ നിന്ന് അങ്ങനെയാണോ കഴിക്കാറ്? അല്ല, നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് തന്നെയാണ് ഓരോ വീടുകളിൽ നിന്ന് കഴിക്കുക. അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു രീതി, രാവിലത്തെ പ്രഭാത ഭക്ഷണമാണെങ്കിലും തുടങ്ങുമ്പോൾ ഒരു വീട്ടിൽ നിന്നായിരിക്കും. കുത്തുണ്ടല്ലോ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു രീതി. അത് അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്. അല്ലാതെ കേറ്ററിംഗുകാരുടെ അടുത്തല്ല ഭക്ഷണം റെഡിയാക്കാൻ പറയാറ്. പ്രവർത്തകരാണ് ഇതിന്റെ ആവേശവും ഊർജവും. അപ്പം അതുകൊണ്ട് തന്നെ ആളെ കൂട്ടിയിട്ടുള്ള പ്രചരണമാണ്. അത് കാശ് കൊടുത്തോ അല്ലെങ്കിൽ വില കൊടുത്തോ വാങ്ങിയിട്ടുള്ള രീതി അല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ഒരു എന്താ പറയുക, ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും അല്ലേ? ആ രീതിയിലല്ലേ നമ്മളിപ്പോ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? അതെ അതെ, ഞാൻ വീണ്ടും പറയുന്നുണ്ടായിരുന്നു ശക്തി പ്രകടനം എന്നുള്ളതിനപ്പുറം പാലക്കാടൻ ജനതയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ്. കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച വിഷയങ്ങളെ അവനവന് വേണ്ടതിനെ മാത്രമാണ് പാലക്കാടൻ വോട്ടർമാരെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടായി എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും അതൊന്നും പാലക്കാടുകാരെ ഏശിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടുന്ന ഒരാളാരാണ് അത് അന്വേഷിക്കുകയായിരുന്നു. ഒരാളെന്നാഥനെയും അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അവർ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. താങ്കൾ തുടക്കത്തിലേ താങ്കൾക്ക് ശബ്ദം നഷ്ടമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത്രയും ദിവസം പിടിച്ചിരുന്നത്? എന്താണ് അതിന്റെ റെമഡി? എനിക്ക് ചെറുതായിട്ട് പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ നിങ്ങളുടെ അതൊന്ന് പറഞ്ഞു തന്ന ഒരു സഹായം. ഇല്ല, ഞാൻ ശബ്ദത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇരട്ടി മധുരം, അതുപോലെ പനങ്കൽക്കണ്ടം, പിന്നെ അത്തരം കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഗാർഗിളിയ, അതിനപ്പുറത്തേക്ക് വേറൊന്നിനും പോയില്ല. ശബ്ദത്തെ പറ്റി നമ്മൾ വറീഡായില്ല. നമ്മൾ ആളുകളുടെ അടുത്ത് എത്തുക എന്നുള്ളതാണല്ലോ. ഈ സഖാവിന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്.